എനിക്ക് ലൈസൻസ് ഉണ്ട്, എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയത്തില്ല. എനിക്ക് സിമ്പിൾ ആയിട്ടുള്ള ഉത്തരം. എനിക്ക് ലൈസൻസ് ഉണ്ട്, എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയത്തില്ല. അങ്ങനെയുള്ളതാണ് ഞാൻ. ഇത് 2-3 പേര് ചോദിച്ചു ഒരു പടത്തിന് വേണ്ടിയിട്ടൊക്കെ, പക്ഷെ ഞാൻ കൊടുത്തില്ല. കൊടുക്കാൻ എനിക്കത് ഓടിച്ചവിടെ കൊടുക്കാൻ അറിയത്തില്ല. ഈ വണ്ടി ഓടിച്ച് ഞാൻ അവിടെ കൊണ്ട് കൊടുക്കണമല്ലോ, അതെനിക്കറിയത്തില്ലല്ലോ. അപ്പൊ പിന്നെ ഞാൻ ഇല്ലില്ല, ഞാനത് പുറത്തെടുക്കുന്നില്ല. അങ്ങനെ ഈ ഇതിനിടയ്ക്ക് ഒരു കാറിന്റെ ഫോട്ടോ കിട്ടും, എപ്പോഴും ചോദിക്കണം എന്നുണ്ടായിരുന്നു. 800 ആണ്. ലൈക്ക് ആൾക്കാർ പറയുന്നത് 800ന്റെ കാലം കഴിഞ്ഞു എന്നാണ്. ആ സമയത്ത് 800 എടുക്കുന്നു, അത് പുത്തൻ മോഡലിലേക്ക് മാറ്റുന്നു. അതത്ര ക്രേസി ഉള്ള എനിക്ക് ലൈസൻസ് ഉണ്ട്, എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയത്തില്ല. സിമ്പിൾ ആയിട്ടുള്ള ഉത്തരം. എനിക്ക് ലൈസൻസ് ഉണ്ട്, എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയത്തില്ല. അങ്ങനെയുള്ളതാണ് ഞാൻ. പക്ഷേ എന്താ, ഒരു പ്രൊജക്റ്റ് വന്ന സമയത്ത് എനിക്ക് വണ്ടി പഠിക്കേണ്ട ഒരു ഇത് വന്നു. ലൈസൻസ് ഉണ്ട്. അപ്പം ഞാൻ ചെറുതായിട്ടൊക്കെ ഓടിച്ചപ്പം ഒരു വണ്ടി എടുക്കാന്നുള്ളതാണ്. അപ്പം വീട്ടുകാരെല്ലാവരും പറഞ്ഞൊരു കാര്യം ചെയ്യും, EMI ഇട്ടിട്ട് പുതിയ എടുക്കാൻ. ഞാൻ പറഞ്ഞില്ല. പിന്നെ ആ EMIക്ക് വേണ്ടി ഞാൻ EMI നടനാവേണ്ടി വരും. ആ EMI അടയ്ക്കാൻ വേണ്ടി പിന്നെ ഞാൻ പണം എടുക്കേണ്ടി വരും. അപ്പം മൊത്തം കൂടെ ചേർത്ത് വെച്ചിട്ട് ഒരു 35,000 രൂപയ്ക്ക് എൻ്റെ സമ്പാദ്യം വെച്ചിട്ട് ഞാനൊരു 800 സെക്കൻഡ് എടുത്തിട്ട് അത് പിന്നെ ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം ഓടിക്കാൻ തുടങ്ങി. അപ്പം എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വണ്ടിക്ക് ഒരുപാട് കംപ്ലൈൻറ്റുകളുണ്ട്. അതെന്ന് വെച്ചാൽ വൈപ്പർ വർക്കാകത്തില്ല, ചിലപ്പോൾ ഹോൺ വർക്കാകത്തില്ല. അപ്പം ഞാനും എൻ്റെ അനിയനുണ്ട് അക്കു. അപ്പം ഇത് വീട്ടിൽ പറഞ്ഞാൽ ബഹളം നടക്കും. ഇതിന് ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ബഹളമായിരിക്കും. അങ്ങോട്ട് ഒരു താല്പര്യമില്ല. അങ്ങോട്ട് ഞങ്ങൾ യൂട്യൂബിൽ കയറിയിട്ട് എല്ലാവരും പോയി കഴിയുമ്പോൾ വൈപ്പ് ഹൗ ടു എന്നിട്ട് നോക്കും. അപ്പോൾ അതിനകത്ത് കാണിക്കും വൈപ്പറിൻ്റെ ഈ മോട്ടർ കംപ്ലൈൻ്റ് ആണ്, അത് കംപ്ലൈൻ്റ് ആകുന്നതുകൊണ്ടാണ് വെള്ളം വരാത്തതെന്ന് കാണിക്കും. എന്നിട്ട് ഞങ്ങൾ ഈ വീഡിയോ വെച്ചിട്ട് അവിടെ ഒരു ആക്രിക്കടയുണ്ട്, അവിടെ 800 പൊളിക്കാൻ കുറേ ഇട്ടിട്ടുണ്ട്. അവിടെ ചെന്നിച്ച് ഈ പാർട്സ് ഒക്കെ നോക്കി ഞങ്ങൾ തന്നെ അവിടെ ഇളക്കും. എന്നിട്ട് അവിടെ ഒരു 200 രൂപ കൊടുത്താൽ മതി. വെളി ചിലപ്പോൾ അതിന് 600 രൂപ ആയിരിക്കും. ഇത് സെക്കൻഡ് ആണല്ലോ. അവിടെ നിർത്തുകൊണ്ട് ഞങ്ങൾ തന്നെ ഫിറ്റ് ചെയ്തിട്ട്, അപ്പൊ ഞങ്ങൾ മറ്റേ മെക്കാനിക്ക് പോടാ കൊള്ളാം, ഓടിക്കാൻ അപ്പോഴും അറിയത്തില്ല. അതെ. അതിനുശേഷമാണ് ഞാൻ പിന്നെ അത് ഗ്യാരേജ് എന്ന് പറഞ്ഞ അവിടെ കൊടുത്തിട്ട് റീപെയിൻറ്റ് ചെയ്യാന്നുള്ളൊരു പരിപാടി. എനിക്കത് നേരത്തെ തൊട്ടുള്ള പരിപാടിയാണ്. എനിക്കിപ്പോഴും അറിയത്തില്ല. വണ്ടി കയറി ഇരുന്നിട്ട് ഹർത്താലുള്ള ദിവസവും വെളുപ്പിനെയൊക്കെ ഞാൻ ഓടിക്കും. വണ്ടിയില്ലല്ലോ, വേറെ പ്രശ്നമൊന്നുമില്ല. അല്ലാതൊക്കെ വന്നു കഴിഞ്ഞാൽ മറ്റേ ഗിയർ ഡൗൺ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ പാനിക്കായി പോകും. പിന്നെ ഇത് പവർ സ്റ്റിയറിംഗ് ഇല്ല, അപ്പം ഇതിങ്ങനെ തിരിക്കണം. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം കൊച്ചി കൊണ്ടുവന്നിട്ട് ഞാനൊന്ന് ട്രയൽ നോക്കി. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു യൂട്ടേൺ എടുക്കണം, ഇങ്ങനെ തിരിച്ചതപ്പോൾ ഞാൻ അവിടെ പിന്നെ ഷൂട്ട് നടക്കും. വല്ല വണ്ടിയിലെങ്ങാനും തട്ടിക്കഴിഞ്ഞാൽ പിന്നെ പടം അടച്ച് നിർത്തമാണെന്ന് ഞാൻ പിന്നെ അത് വീട്ടിൽ കൊണ്ടിട്ടുണ്ട്. ഇനി അതൊന്നും എടുത്തോട്ടൊന്നും. 800 അടിപൊളിയല്ലേ? 800 അതുകൊണ്ട് തന്നെയാണ് അത് എടുത്തത്. പച്ച പെയിന്റ് അടിച്ചില്ലേ? ഫ്ലൂറസെന്റ് വൈപ്പർ ഗ്രീൻ എന്നാണ്. വൈപ്പർ ഗ്രീന് ഒന്നും അതൊക്കെ ഓരോരോ കഥകളാണ്. കളർ അടിച്ചിട്ട് വീട്ടുകാരുണ്ട്. അപ്പൊ അതിന്റെ പേര് ബഹളം. ആ വെള്ളക്ക് എന്തായിരുന്നു നേരത്തെ ഈ 800 എന്തിനെടുത്തെന്നായിരുന്നു പ്രശ്നം? ആ വെള്ളക്ക് എന്തായിരുന്നു പ്രശ്നം? പച്ച എഴുതിട്ടുണ്ട്. ഇതേ 800 ആണോ റാപ്പ് സോങ്ങില് നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള വണ്ടി? അല്ല, ഇതെങ്ങും ഉപയോഗിച്ചില്ല. ഇത് 2-3 പേര് ചോദിച്ചു ഒരു പടത്തിന് വേണ്ടിയിട്ടൊക്കെ, പക്ഷെ ഞാൻ കൊടുത്തില്ല. കൊടുക്കാൻ എനിക്കത് ഓടിച്ചവിടെ കൊടുക്കാൻ അറിയത്തില്ല. ഈ വണ്ടി ഓടിച്ച് ഞാൻ അവിടെ കൊണ്ട് കൊടുക്കണമല്ലോ, അതെനിക്കറിയത്തില്ലല്ലോ. അപ്പൊ പിന്നെ ഞാൻ ഇല്ലില്ല, ഞാനത് പുറത്തെടുക്കുന്നില്ല. അങ്ങനെ